ഈ കാണുന്നതാണ് മൾട്ടി ഫങ്ഷണൽ കാർ ചാർജർ. കോൾ ആൻഡ് പ്ലേ മ്യൂസിക് എന്നും അതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ചില അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ മോഡൽ മ്യൂസിക് സിസ്റ്റം ഉപയോഗിക്കുന്ന വണ്ടികളിലെല്ലാം തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ആക്കുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ബ്ലൂടൂത്ത് ഡിവൈസുകൾക്ക് ഒരു ഓക്സ് കേബിൾ, നമ്മുടെ പാട്ട് കേൾക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു ഓക്സ് AUX കേബിള് ഇത്തരം ചെറിയ ഡിവൈസുകളിൽ നിന്ന് നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിലേക്ക് പ്ലഗ് ചെയ്യണം. അത് കുത്തിവെച്ചെങ്കിൽ മാത്രമാണ് പാട്ടുകൾ കേൾക്കാൻ പറ്റുക. ഞാനിത് മേടിക്കാനുണ്ടായ സാഹചര്യം, എൻ്റെ വണ്ടിയിൽ ഇത് ഓക്സ് കേബിളിൻ്റെ ആ ഒരു സ്ലോട്ടിന് ചെറിയ കംപ്ലൈൻ്റ് ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രോഡക്റ്റ് മേടിക്കാൻ ഇടയായത്. ഇത് വർക്ക് ചെയ്യുന്നത് നമ്മളുടെ ബ്ലൂടൂത്ത് മൊബൈലുമായി ഈ ചെറിയ ഡിവൈസിനെ കണക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഡിവൈസിലുണ്ടാകുന്ന ഒരു റേഡിയോ ഫ്രീക്വൻസി നമ്മളുടെ മ്യൂസിക് സിസ്റ്റത്തിലെ റേഡിയോ ചാനലിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നമ്മൾ ട്യൂൺ ചെയ്തെടുക്കുക. ആ ട്യൂൺ ചെയ്തെടുക്കുന്നതോടുകൂടി ഈ ഫംഗ്ഷൻ ഇങ്ങനെ ഒരു കറക്റ്റ് സർക്കിളിൽ നടന്നു പോകുന്ന രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പം യാതൊരു തരത്തിലുള്ള കേബിളിങ്ങോ അല്ലെങ്കിൽ വീണ്ടും ഒരു ചാർജിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇതിന് ആവശ്യമായിട്ട് വരുന്നില്ല. പിന്നെ ഒരു അഡ്വാൻറ്റേജ്, ഇതിൻ്റെ അകത്ത് 2 ചാർജിങ് പോർട്ടുകളുണ്ട്. ഒരു ഫാസ്റ്റ് ചാർജിങ്ങും ഒരു നോർമൽ ചാർജിങ്ങിനായിട്ട് 2 ചാർജിങ് പോർട്ടുകളും വരുന്നുണ്ട്. അതിന് നോർമൽ ഒരു USB കേബിൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാനും പറ്റുന്നതാണ്. അതാണ് ഇതിൻ്റെ വർക്കിംഗ്. ഞാനത് കാണിച്ചു തരാം. നമ്മൾ ഈ ഡിവൈസ് നമ്മളുടെ ചാർജിങ് പോർട്ടിലേക്ക് വെറുതെ ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ തന്നെ അത് ഞാനൊരു കേബിൾ കണക്ട് ചെയ്തതിനാൽ അത് ചാർജിങ് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ അതിൻ്റെ നമ്മുടെ ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് ബ്ലൂടൂത്തിൽ ഈ ഡിവൈസ് സെർച്ച് ചെയ്യുക. XOBCC05 എന്നാണ് ഈ ഡിവൈസിൻ്റെ പേര്. അത് നമ്മൾ പെയർ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നിലവിൽ നമുക്കിതിൽ ഒരു റേഡിയോ സിഗ്നൽ കാണാൻ പറ്റുന്നുണ്ട്. അതിനെ പെയർ ചെയ്യിക്കുക. കണക്റ്റഡ് എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചു. ഈ കണക്റ്റഡ് എന്ന് എഴുതി കാണിച്ചതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ FM ഓൺ ചെയ്യുക. FM ഓൺ ചെയ്ത് നമുക്ക് യൂട്യൂബിലോ FM ഓൺ ചെയ്ത് ഇതിൽ കാണുന്ന ഈ ഫ്രീക്വൻസി വൈകുന്നേരങ്ങളിലൊക്കെയാണ് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ലൈറ്റ് കുറവാണെങ്കിൽ ഇത് 87.5 ആണ് ഇതിൽ റേഡിയോ ഫ്രീക്വൻസി കാണിച്ചിരിക്കുന്നത്. ആ ഫ്രീക്വൻസി ഞാൻ ഓൾറെഡി ഇതിൽ ട്യൂൺ ചെയ്തിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ ചാനൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നേരെ നമ്മളൊരു സോങ്സ് എന്തെങ്കിലും പ്ലേ ചെയ്യണമെങ്കിൽ നേരെ അതിലേക്ക് എടുക്കുക. അപ്പോൾ അതിൽ ട്രാക്ക് നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിലും എല്ലാം അതിൽ സ്വിച്ചസ് ഉണ്ട്. അതുപോലെ കോൾ അറ്റൻഡ് ചെയ്യേണ്ടുന്ന ഓപ്ഷൻസും എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. കോൾ നമുക്ക് എടുക്കാനും എൻഡ് ചെയ്യാനും പ്ലേ ആൻഡ് പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലാണ്. അതിൽ നമുക്ക് കോളിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനൊക്കെ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഈ ഡിവൈസിൻ്റെ വില വരുന്നത് 650 രൂപയാണ്. അത് എനിക്ക് 50 രൂപ ഡിവൈസിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനൊരു വീഡിയോയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഞാൻ ഈ കാറിൻ്റെ സിസ്റ്റമായിട്ട് ഏകദേശം ഒരു 6 കടകളിൽ കയറി. 6 കടകളിൽ 6 ആക്സസറീസ് ചെയ്യുന്ന വർക്ക്ഷോപ്പുകളിൽ അല്ലെങ്കിൽ ആക്സസറീസ് വിൽക്കുന്ന സ്ഥലങ്ങളിൽ കയറി. ഒരു സ്ഥലത്തും എനിക്ക് ഈ ഡിവൈസ് ആരും സജസ്റ്റ് ചെയ്ത് തന്നില്ല. എല്ലാവരും ഒന്നുകിൽ അതിൻ്റെ കേബിൾ ഇല്ല, ഈ പഴയ വണ്ടിയിൽ പണിതാൽ ഒരുപാട് പൈസ മേടിക്കാൻ പറ്റാത്തതുകൊണ്ടും അല്ലെങ്കിൽ അതൊരു തലവേദന പിടിച്ച പണിയായതുകൊണ്ടും ഇതൊന്നും അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ആരും തയ്യാറാവുന്നില്ല. ചില ആളുകൾ എനിക്ക് ഓപ്ഷൻ തന്നത് ഏതെങ്കിലും ഒരു പഴയ സെറ്റ് മേടിച്ച് വയ്ക്കാം, അല്ലെങ്കിൽ ഇതിൽ നടക്കില്ല, ഇത് കമ്പനി സിസ്റ്റം ആയതുകൊണ്ട് ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത് 12,000 രൂപ 3,000 രൂപ മുതൽ 12,000 രൂപ വരെയാണ് ഈ ഒരു 600 രൂപയിൽ തീരേണ്ട കാര്യത്തിന് വേണ്ടിയിട്ട് ആളുകൾ തന്ന ഓപ്ഷൻസ്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി തരാം, അങ്ങനെയൊക്കെ പല രീതിയിൽ പറഞ്ഞ് മാർക്കറ്റ് ചെയ്യാനല്ലാതെ ഒരു സാധാരണക്കാരനെ ഹെൽപ്പ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനൊരു ഡിവൈസ് ഉള്ളതിനെ കുറിച്ച് പോലും ഒരാളും പറഞ്ഞിട്ടില്ല. ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് വേറൊരു മോഡൽ, അതായത് കണക്ടിവിറ്റി ഉള്ള ഒരു മോഡൽ സംവിധാനത്തെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഈ സെറ്റ് അഴിച്ചെടുത്ത് അത് റിപ്പയർ ചെയ്ത് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഡിവൈസ് ഉള്ളതിനെ കുറിച്ച് ഈ ആക്സസറീസ് ചെയ്യുന്ന ആളുകൾക്ക് 100% അറിയാം. ഇങ്ങനൊരു ഡിവൈസ് ഉണ്ടെന്നും ഇത് വളരെ ചീപ്പാണെന്നും അല്ല ഇതിൻ്റെ വർക്കിംഗ് ഇത്ര സിമ്പിൾ ആണെന്നും എല്ലാവർക്കും അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കും. അറിയാത്തവരായിട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. പക്ഷേ എന്നാൽ പോലും ഇങ്ങനെ ഒരു 650 രൂപയിൽ അല്ലെങ്കിൽ 600 രൂപയിൽ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവരുടെ ഒരു ബിസിനസ് ആയതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും അടുത്ത സ്റ്റെപ്പ് ഓപ്ഷൻസ്, വേറെ ഒരു കേബിൾ വെക്കുക, അല്ലെങ്കിൽ ഈ ചെറിയ കാറിൽ പണിത് സമയം കളയാൻ ഇല്ലാത്ത ഒരു രീതിയിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ വെറുതെ നമ്മൾ വേസ്റ്റ് ഓഫ് മണിയാണ്. നമ്മളുടെ ചില ആഗ്രഹങ്ങൾ, പാട്ട് കേൾക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ, ഇതൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ ഒരു ചെറിയ തരത്തിലെങ്കിലും ആഡംബര വസ്തുക്കളാണ്. അപ്പം അതിനുവേണ്ടി കാശുള്ളവർ മുടക്കട്ടെ എന്നുള്ളൊരു ധാരണയിലാണ് എല്ലാ ആക്സസറീസിൻ്റെ ആളുകളും ചെയ്യുന്നത്. അപ്പോൾ ഇത് വിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് ഒരു 200 രൂപ മാക്സിമം പ്രോഫിറ്റ് കിട്ടിയേക്കാം. ആ 200 രൂപ പ്രോഫിറ്റിൻ്റെ സ്ഥാനത്ത് എന്നെ ഒന്നുകൂടി ഒന്ന് ബ്രെയിൻ വാഷ് ചെയ്താൽ ചിലപ്പോൾ ഒരു സിസ്റ്റം മേടിക്കുന്ന രീതിയിലേക്ക് വന്നെങ്കിലോ എന്നുള്ളൊരു തരത്തിലാണ് ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡുകളും നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഏതൊക്കെ തരത്തിലാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. പറ്റാവുന്ന ആളുകളല്ല, നിങ്ങളിത് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സെറ്റുകൾ വേറെ എന്തെങ്കിലും നല്ല മെത്തേഡ്സോ അല്ലെങ്കിൽ ഇതിൻ്റെ വല്ല ഡ്രോബാക്സോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്നെങ്കിൽ മാത്രമാണ് ബാക്കിയുള്ളവർക്ക് ഇത് മേടിക്കണമെങ്കിൽ മേടിക്കാം, അല്ലെങ്കിൽ അത് ഉപേക്ഷിച്ച് കളയേണ്ടാണെങ്കിൽ ചെയ്യാം. പക്ഷേ ഞാൻ ഏകദേശം ഒരു 6 മാസത്തോളമായി ഇത് സെർച്ച് ചെയ്ത് തുടങ്ങിയിട്ട് പല സ്ഥലങ്ങളിലും അന്വേഷിക്കുമ്പോൾ കിട്ടുന്നില്ല. ഞാൻ ഈവൻ കോയമ്പത്തൂർ പോയ സമയത്ത് കോയമ്പത്തൂർ വരെ അന്വേഷിച്ചു. അവിടെയൊക്കെ കിട്ടുന്ന ഈ വയേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓക്സ് കേബിളിൽ കണക്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ കിട്ടുന്നുണ്ട്. അതിന് 700 രൂപ 600 രൂപ അങ്ങനെയൊക്കെയാണ് അതിനും വിലയുള്ളൂ. പക്ഷേ അത് കണക്ട് ചെയ്യാനായിട്ട് അവർക്ക് ചിലതൊക്കെ അഴിക്കേണ്ടതുണ്ട്, അതിന് പവർ കൊടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കഥകൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു തരത്തിൽ സോൾവ് ചെയ്യാത്ത രീതിയിലാണ് പോയിരുന്നത്. അപ്പം ഇത്തരം ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്നും അല്ലെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ട്, അതായത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇല്ലാത്ത സിസ്റ്റംസ് വളരെ ഈ പറഞ്ഞ ആൻഡ്രോയിഡ് സിസ്റ്റംസും അല്ലെങ്കിൽ കൂടിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസും കാറുകളിലൊക്കെ വരാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ. അതിനു മുമ്പേ കാറുകൾ ഉപയോഗിക്കുന്ന 800 ആൾട്ടോ അങ്ങനെയുള്ള താഴെ സാധാരണ സെഗ്മെന്റിലുള്ള കാറുകൾക്ക് പോലും നമുക്ക് ഈ കണക്ടിവിറ്റി ഉപയോഗിച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആക്കാൻ പറ്റുന്നതാണെന്നുള്ളത് മനസ്സിലാക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അല്ലാതെ ഈ ഒരു വീഡിയോയ്ക്ക് ഒരുപാട് പ്രസക്തിയോ അല്ലെങ്കിൽ ഈ 650 രൂപയുടെ സാധനത്തിന് ഇത്രയും മാർക്കറ്റ് ചെയ്യേണ്ട കാര്യങ്ങളോ ഇല്ല. ഇത് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമൊന്നുമല്ല. ഞാൻ എറണാകുളത്ത് മേനകയിൽ പോയൊരു ആക്സസറി കണ്ടു, അത് മേടിച്ച് ഞാൻ ഉപയോഗിക്കുന്നു അല്ലാതെ ഒരു ആക്സസറി മാർക്കറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു പെയ്ഡ് മാർക്കറ്റിംഗ് അല്ലിത്. അപ്പം നിങ്ങൾക്ക് പറ്റാവുന്ന, നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിലൊക്കെ സജസ്റ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ഒരു പെട്ടെന്നുള്ള ഒരു ഫണ്ടിങ് അല്ലെങ്കിൽ ഒരു മ്യൂസിക് സിസ്റ്റത്തിന് വേണ്ടി വലിയൊരു പൈസ കളയാത്ത രീതിയിൽ ഇതിനെ ചെയ്യാൻ പറ്റുന്നതാണ്. അത് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.